നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണോ ഉള്ളത്? ജോലിയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് ദൈവം ഇത്രയും പരീക്ഷണങ്ങൾ എനിക്ക് മാത്രം തരുന്നു? ഇങ്ങനെയൊക്കെ മക്കളെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നത് അത് തീയിലിട്ട് വീണ്ടും 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 ഉരുക്കിയെടുക്കുമ്പോഴാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പൊ കുറേ കഷ്ടതകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ശിക്ഷിക്കാനല്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഒരു കുട്ടിയുടെ കഥയാണ്. സ്കൂളിൽ പോകാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുട്ടി. ആ കുട്ടി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. ഹായ് മക്കളെ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഒരു പരാജയം വരുമ്പോ പലരും സ്വന്തം സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാറുണ്ട്. ഒരു വിമർശനം കേട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഭയക്കുന്നവരുണ്ട്. മക്കളെ, നമ്മുടെ 365 ഡേയ്സ് വീഡിയോ എല്ലാ ദിവസവും കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ ഒരുമിച്ച് എല്ലാ ദിവസവും രാവിലെ സന്തോഷത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ പ്രാക്ടീസുകൾ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഓരോ സ്റ്റുഡൻസ് കാറ് വാങ്ങിച്ചു, സന്തോഷത്തിലേക്ക് എത്തി, പുതിയ വീട് വാങ്ങിച്ചു, നല്ല സമാധാനമായിട്ട് ജീവിക്കും എന്ന് വേണ്ട ഒരുപാട് സക്സസ് സ്റ്റോറീസ് എന്നോട് പറയുന്നുണ്ട്. ടീച്ചറമ്മ എന്തിനാണ് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? എൻ്റെ മക്കള് പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി. പലർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അവർക്കൊക്കെ അറിവ് തരാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി പറയുകയാണ്. ടീച്ചറമ്മ ഇടുന്ന 365 ഡേയ്സ് വീഡിയോ പലരെയും അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ ടീച്ചറമ്മയെ ഒരുപാട് കുറ്റം പറയുകയും കല്ലെറിയും നമ്മുടെ ക്ലാസ്സുകളെയും കോഴ്സുകളെയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ടീച്ചർമ്മ എന്തുകൊണ്ടാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ വളരണം, വിജയിക്കണം എന്നുള്ള ആ ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത്. അപ്പൊ എൻ്റെ മക്കള് അത് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞു പരത്തുന്ന ആളുകളിൽ നിന്നും ഒഴിവായി നിൽക്കുക. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കടുത്ത അസൂയയിൽ നിന്നാണ് ആളുകൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവത്തിലേക്ക് പോകുന്നത്. അപ്പോ നമ്മളെ മോശക്കാരായി ചിത്രീകരിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ഇവര് കൊള്ളരുതാത്ത സ്ത്രീയാണെന്നൊക്കെ കാണിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല പരിപാടികളും നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പലരും ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ നോക്കിയിട്ട് അവർക്ക് പറ്റാതെ വരുമ്പോൾ ഇത് ചെയ്യുന്ന, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നവർ എങ്ങനെയെങ്കിലും വലിച്ചു താഴത്തേക്ക് ഇടാൻ ശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ അവരിലേക്കൊന്നും ഫോക്കസ് കൊടുക്കണ്ട. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചരിത്രം സൃഷ്ടിച്ച ആളുകളുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ വിജയിച്ചത്, അല്ലെങ്കിൽ അവരെ വിജയിപ്പിച്ചത് അവരുടെ സൗകര്യങ്ങളല്ല, അവരുടെ കഷ്ടപ്പാടുകളാണ്. ഇപ്പൊ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഉഴവൂരിലെ ഒരു സാധാരണ കുടുംബം, വളരെ ദാരിദ്ര്യം, പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും പക്ഷേ പുസ്തകങ്ങൾ വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ. പലപ്പോഴും പുസ്തകങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങി വായിച്ച ഒരു ബാലൻ സ്കൂളിലേക്ക് കിലോമീറ്ററുകൾ നടന്നു. മഴ, വെയില്, വിശപ്പ് ഒന്നും അദ്ദേഹത്തെ തടഞ്ഞില്ല. ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, എന്റെ സാഹചര്യങ്ങൾ എന്റെ ഭാവി തീരുമാനിക്കില്ല. അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ നല്ല മികവ് തെളിയിച്ചു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചു. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ചേർന്നു. രാജ്യത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പല രാജ്യങ്ങളിലും സേവനം അനുഷ്ഠിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി.
ദാരിദ്ര്യത്തിൽ നിന്നും രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് KR നാരായണൻ എന്ന വ്യക്തി എത്തി. അദ്ദേഹം ദാരിദ്ര്യത്തെ കുറ്റപ്പെടുത്തി ജീവിച്ചില്ല. അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുമായിരുന്നോ? അദ്ദേഹം കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർന്നു വന്ന മനുഷ്യനാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും ഇപ്പോ എന്റെ എക്സാമ്പിൾ തന്നെ എടുത്താൽ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും എന്തെല്ലാം പ്രശ്നങ്ങളെ തരണം ചെയ്താണ് ടീച്ചർമ്മ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയത്. എല്ലാവരും കാണുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഹാപ്പി ലൈഫേ കാണുന്നുള്ളൂ. അതിന് പിന്നിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നും ആരും കാണുന്നില്ല. അപ്പൊ ഈ പരാജയവും വിമർശനവും ഒക്കെ ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ആണ് നിങ്ങൾ ഒരിക്കലും കരുതരുത്. മോശം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, കരഞ്ഞുകൊണ്ട് ജീവിതകാലം മൊത്തം വിഷമിച്ച് ജീവിക്കായോ, എന്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നം വന്നല്ലോ. രണ്ടാമത്, വളരണം എന്നുള്ള ബേണിംഗ് ഡിസയർ നമ്മുടെ ഉള്ളിൽ വളർത്തണം. മക്കളെ, നമ്മള് വിജയിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മൾ തടയാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ ആ വളരണം, വിജയിക്കണം എന്നുള്ള ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ ഭൂമിയിൽ ഇനി ആര് തടഞ്ഞാലും നിങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ എന്റെ ലൈഫിൽ തീരുമാനിച്ചൊരു കാര്യമാണ്. ഓരോ ദിവസവും ഞാൻ കൃത്യമായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ തളർത്താനും കല്ലെറിയാനും കുകി വിളിക്കാനും ഒക്കെ പല രീതിയിലും പലരും ശ്രമിക്കുന്നുണ്ട്. എന്ന് വിചാരിച്ചു ടീച്ചറമ്മ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എന്റെ മക്കൾക്ക് ടീച്ചറമ്മ ജീവിച്ച് കാണിച്ചു തരികയാണ് എങ്ങനെ ഏറ്റവും ദ ബെസ്റ്റ് ആയിട്ട് ജീവിക്കാമെന്ന്. ഈ ഡയമണ്ട് കണ്ടിട്ടില്ലേ? ഡയമണ്ട് ഭൂമിക്കടിയിൽ വലിയ സമ്മർദ്ദം സഹിച്ച ശേഷമാണ് ഉണ്ടാകുന്നത്. സ്വർണം തീയിൽ ഉരുകിയ ശേഷമാണ് അത് ആഭരണമായി മാറുന്നത്. പരീക്ഷണങ്ങൾ വരുന്നത് നമ്മളെ തളർത്താനല്ല, വളർത്താനാണ് എന്നെന്റെ മക്കൾ മനസ്സിലാക്കാം. നിങ്ങൾ ടീച്ചറമ്മ വളർത്തിയെടുക്കുന്ന പുലിക്കുട്ടികളാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഒരു സാഹചര്യത്തിന്റെ മുന്നിലും തളരരുത്. നല്ല സന്തോഷമായിരിക്കണം. നല്ല പുഞ്ചിരിയോടെ ഇരിക്കണം. ടീച്ചറമ്മ എന്നും ചിരിക്കുന്നത് എന്റെ മക്കൾക്ക് ഞാൻ അത്രയും ഹാപ്പിയായി ഇരുന്നു കൊണ്ട് നിങ്ങളെ ഹാപ്പിയായി ഇരിക്കാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ബുക്ക് എടുത്ത് ഇന്ന് എഴുതേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആ പ്രശ്നത്തിൽ, ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ആ സിറ്റുവേഷനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനി നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അപ്പോ ഇന്ന് രാവിലെ ടീച്ചറമ്മയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമാക്കുക മക്കളെ. നമുക്ക് കരഞ്ഞുകൊണ്ട് ജീവിക്കാം, സന്തോഷമായിട്ടും ജീവിക്കാം. നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. എന്തൊക്കെ ലൈഫിൽ വന്നാലും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് തീരുമാനിക്കാം. ടീച്ചറമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്റെ മക്കളുടെ കൂടെ ഉണ്ടാവും. നെറുകയിൽ കൈവച്ച് ടീച്ചറമ്മ അനുഗ്രഹിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ നന്മയും ഉണ്ടാവട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ച ബൈ ബൈ, ലവ് യു.